കർണാടകയിൽ ബസ്സിൽ മക്കൾക്ക് മുൻപിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അവസാനം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. ബസ്സിലെ ഡ്രൈവറായ പ്രകാശ്, കണ്ടക്ടർ സുരേഷ്, സഹായി രാജശേഖര എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 31-ന് ദേവനാഗരെ ജില്ലയിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം. ഹാരപ്പനഹള്ളിയിലെ ഉച്ചങ്കി ദുർഗ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു യുവതിയും കുട്ടികളും. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ വൈകിപ്പോയതിനാൽ ദേവഗിരി സിറ്റിയിലെ അവസാന ബസ്സാണ് ഇവർക്ക് ലഭിച്ചത്. ബസ് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ 7-8 യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. യാത്രക്കാരെ ഇറക്കിയതിനു ശേഷമാണ് പ്രതികൾ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ചന്നപുരയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ബസ് ഒതുക്കി നിർത്തി. ശേഷം കുട്ടികളുടെ വായിൽ തുണി തിരുകി കയറ്റി. ഇരുവരുടെയും കൈകൾ കെട്ടിവയ്ക്കുകയും ചെയ്തു. തുടർന്നാണ് അമ്മയായ യുവതിയെ മൂവരും ചേർന്ന് ബലാത്സംഗം ചെയ്തത്. പിന്നീട് ബഹളം കേട്ട് സമീപത്തുള്ള കർഷകരും പ്രദേശത്തുണ്ടായിരുന്നവരും എത്തി യുവതിയെ രക്ഷിക്കുകയായിരുന്നു. പ്രതികളെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ അരസിക്കര പോലീസ് തയ്യാറായില്ലെന്നാണ് ആരോപണം. കേസ് രജിസ്റ്റർ ചെയ്യാതെ പേപ്പറിൽ യുവതിയുടെ ഒപ്പ് മാത്രം വാങ്ങി വെക്കുകയായിരുന്നുവെന്നാണ് യുവതി പറഞ്ഞത്. വസ്ത്രങ്ങൾ കീറിയതിനാൽ പുതിയ വസ്ത്രം വാങ്ങാൻ 2000 രൂപയും ഇവർക്ക് നൽകി. പരാതിയുമായി മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുമെന്നും പോലീസ് ഉപദേശിച്ചു. പോലീസുകാർ തന്നെ യുവതിയെ ഉച്ചിങ്കി ദുർഗക്ഷേത്രത്തിൽ തിരികെ കൊണ്ടുവിട്ടു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാമെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ആ രാത്രി മുഴുവൻ യുവതിയും മക്കളും അമ്പലത്തിൽ കഴിച്ചുകൂട്ടി. പ്രതികളെ പോലീസ് പോകാൻ അനുവദിച്ചെന്നും ആരോപണത്തിൽ പറയുന്നു. യുവതി ദിവസങ്ങളോളം ക്ഷേത്രത്തിൽ തുടർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്തെ ദളിത് നേതാക്കൾ യുവതിയോട് കാര്യം തിരക്കുകയായിരുന്നു. ഇതോടെയാണ് സംഭവം എന്തെന്ന് പുറം ലോകം അറിയുന്നത്. തുടർന്ന് നേതാക്കൾ വിജയനഗര SP ശ്രീഹരി ബാബുവിനെ വിവരം അറിയിച്ചു. തുടർന്നാണ് അദ്ദേഹം നേരിട്ടെത്തി അരസിക്കര പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. SP-യുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ യുവതിയുടെ മൊഴിയെടുക്കുകയും 3 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.